നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. ബാർക്കോഴ കേസിൽ ഹൈക്കോടതിയിലും തിരിച്ചടിയേറ്റ KM മാണി രാജിയിലേക്ക്. തീരുമാനം നാളെയെന്ന് മുഖ്യമന്ത്രിയും മാണിയും. രാജിക്കായി കോൺഗ്രസിൽ മുറവിളി, ജോസഫ് ഗ്രൂപ്പും കൈവിട്ടു. പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിൽ. ബാർക്കോഴ കേസിൽ തുടരന്വേഷണമാകാമെന്ന് ഹൈക്കോടതി. മന്ത്രിസ്ഥാനത്ത് തുടരണമോ എന്നത് മാണിയുടെ മനസാക്ഷിക്ക് തീരുമാനിക്കാം. മാണി അധികാരത്തിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം നടക്കില്ലെന്ന സംശയം ന്യായം. വിജിലൻസ് ഡയറക്ടർക്കെതിരായ ചില പരാമർശങ്ങൾ കോടതി നീക്കി. ബീഹാർ പരാജയത്തെ ചൊല്ലി BJP-യിൽ പട. മോദി, അമിത്ഷാ, ജെയ്റ്റ്ലി കൂട്ടുകെട്ടിന്റെ പരാജയമെന്ന് അരുൺ ഷൂറി. മോഹൻ ഭഗവത്തിന്റെ സംവരണ വിരുദ്ധ നിലപാട് തിരിച്ചടിയായെന്ന് ബീഹാർ MP. തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയാകും. പരാജയപ്പെട്ട വനിതാ സ്ഥാനാർത്ഥിയെ ക്രൂരമായി അപമാനിച്ച കണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. പ്രതീകാത്മക സ്ഥാനാർത്ഥിയെ ബലാത്സംഗം ചെയ്യുന്നതായി ചിത്രീകരിച്ച് ഫേസ്ബുക്കിലിട്ടു. നടപടിയെടുക്കുമെന്ന് ലീഗ്. മ്യാൻമറിൽ ആങ് സാങ് സൂചിയുടെ പാർട്ടി അധികാരമുറപ്പിച്ചു. USDP പരാജയം സമ്മതിച്ചു. ജനാധിപത്യ തെരഞ്ഞെടുപ്പും ഫലവും 1/4 നൂറ്റാണ്ടിന് ശേഷം. ബാർക്കോഴ കേസിൽ സംശയത്തിന്റെ നിഴലിലായ ധനമന്ത്രി KM മാണി മന്ത്രിസഭയിൽ തുടരണമോ എന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. അന്വേഷണം സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ടായാൽ കുറ്റപ്പെടുത്താൻ ആകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ബാർക്കോഴ കേസിലെ വിജിലൻസ് ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ഇത്തരം കേസുകൾ പ്രതിരോധിക്കാൻ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരുന്നതിന്റെ ഭാരം കൂടി നികുതിദായകർ വഹിക്കേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു. സീസറുടെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം. ബാർക്കോഴ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. കാരണം പ്രതി ഇപ്പോഴും സർക്കാരിൽ തുടരുകയാണ്. പ്രതി സംശയത്തിന്റെ നിഴലിൽ തുടരണമോ എന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷി തീരുമാനിക്കട്ടെ. ജസ്റ്റിസ് B. കമാൽ പാഷ തുറന്ന കോടതിയിലാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. അവിടെയും അവസാനിച്ചില്ല. മാധ്യമങ്ങളിൽ വാർത്തയായാലും കുഴപ്പമില്ലെന്ന ആമുഖത്തോടെ തുടർന്നു. സർക്കാർ എന്തിനാണ് തുടരന്വേഷണ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ഇത്ര വ്യഗ്രത കാട്ടുന്നത്? ഇത്തരം കേസുകളിൽ മുതിർന്ന അഭിഭാഷകർ ഹാജരാവുകയും നിയമോപദേശത്തിനായി അവരെ സമീപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാരം കൂടി നികുതിദായകർ വഹിക്കണമോ എന്നും കോടതി ചോദിച്ചു. വിജിലൻസ് നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായതിനെ കോടതി വിമർശിച്ചിരുന്നു. പകരം സർക്കാർ ഇന്ന് മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബലിനെയാണ് കോടതിയിൽ എത്തിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ പരാമർശം. വിജിലൻസ് കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി ഡയറക്ടർക്കെതിരായ ചില പരാമർശങ്ങൾ നീക്കി. എന്നാൽ വിജിലൻസ് ഡയറക്ടറുടെ നടപടികൾ നിയമപരമായിരുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. തെളിവ് സംബന്ധിച്ച് ഡയറക്ടർക്ക് സംശയമുണ്ടായിരുന്നുവെങ്കിൽ തുടരന്വേഷണത്തിന് അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു വേണ്ടത്. അത്തരമൊരു അധികാരം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ മാറി നിന്നതിനെയാണ് കോടതി വിമർശിച്ചത്. എന്നാൽ KM മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കണമെന്ന കപിൽ സിബലിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇത്തരം പരാമർശങ്ങൾ തുടരന്വേഷണത്തെ ബാധിക്കില്ലെന്ന നിർദ്ദേശം ഉത്തരവിൽ എഴുതി ചേർത്തു. ഇതിന്റെ പേരിൽ വിധി പ്രസ്താവം നടത്തുന്നത് കോടതിക്ക് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. തുടരന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സർക്കാർ ഒരു ഘട്ടത്തിൽ കോടതിയെ അറിയിച്ചു. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ വിധി പ്രസ്താവം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും AG ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും ജസ്റ്റിസ് B. കമാൽ പാഷ പരിഗണിച്ചില്ല. ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി തീരുമാനം 2:30 പുറത്തു വന്നു. മുഖം രക്ഷിക്കാൻ വഴിതേടി ഹൈക്കോടതിയെ സമീപിച്ച സർക്കാരിനേറ്റ കനത്ത പ്രഹരമായിരുന്നു കോടതി ഉത്തരവ്. വിജിലൻസ് കോടതി വിധിയേക്കാൾ 10 മടങ്ങ് ആഘാതത്തോടെ അത് സർക്കാരിന് മേൽ വന്നു പതിച്ചു. ഹൈക്കോടതിയിൽ നിന്നും S. വിജയകുമാർ, റിപ്പോർട്ടർ. ബാർക്കോഴ കേസിൽ നിശ്ചിത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ധനമന്ത്രി KM മാണി നാളെ രാജിവെക്കും. രാവിലെ UDF യോഗവും കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേർന്ന ശേഷമാകും രാജി. നാളെ പാർട്ടി യോഗത്തിന് ശേഷം തീരുമാനം ഉണ്ടാകുമെന്ന് KM മാണി പറഞ്ഞു. എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. മന്ത്രിമാരും ചീഫ് വിപ്പും രാജിവെച്ച സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് KM മാണിയുടെ നീക്കം. കോടതിയിൽ നിന്നും കണക്കറ്റ് പ്രഹരമേറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റു വഴികളൊന്നും മുന്നിലില്ലെന്നാണ് KM മാണിയുടെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രിയും കോൺഗ്രസും പൂർണ്ണമായും കൈവിട്ടതോടെ രാജിയെന്ന തീരുമാനത്തിലേക്ക് KM മാണി എത്തുകയാണ്. രാവിലെ തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന ശേഷമാകും അന്തിമ തീരുമാനം. തന്റെ ഒപ്പം PJ ജോസഫിനെയും ചീഫ് വിപ്പിനെയും രാജിവെപ്പിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാകുമോ എന്ന തന്ത്രം പയറ്റാനും KM മാണി ആലോചിക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗവും KM മാണി നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ പാർട്ടി മീറ്റിംഗ് ഞങ്ങൾ ഇതെല്ലാം സമഗ്രമായി ചർച്ച ചെയ്യും. ഇതിന് പിന്നിലൊക്കെ ചില ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചനകളൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അതേസമയം വിധി വന്ന ഉടൻ തന്നെ KM മാണി രാജിവെക്കണമെന്ന അഭിപ്രായം KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഇതേ അഭിപ്രായം മുഖ്യമന്ത്രിയോട് പങ്കുവച്ചു. KM മാണി രാജിവെക്കുന്നില്ലെങ്കിൽ രാജി ആവശ്യപ്പെടാം എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രിയും എത്തി. തുടർന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായും മുഖ്യമന്ത്രി സംസാരിച്ചു.
രാജി ആവശ്യം UDF നേതൃത്വം തന്നെ KM മാണിയുമായി സംസാരിക്കാമെന്ന ധാരണയിലാണ് നേതാക്കൾ എത്തിയത്. നാളെ രാവിലെ 9 മണിക്ക് ചേരുന്ന UDF യോഗത്തിൽ KM മാണിയുടെ രാജി ആവശ്യപ്പെടും. നാളെ എല്ലാവരും തിരുവനന്തപുരത്തുണ്ടാകും. നാളെ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം. സംസാരിച്ചിട്ടുണ്ട്. അത് വെക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? രാജിയിലേക്ക് മാണി എത്തിച്ചേർന്നാൽ UDF രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതാകില്ല. അതിനെ എങ്ങനെ മറികടക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും UDF രാഷ്ട്രീയത്തിന്റെ ഭാവി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. KM മാണിയുടെ രാജിക്കായി പ്രതിപക്ഷം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. രാത്രിയിലും തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകൾക്ക് തലസ്ഥാനം വേദിയാവുകയാണ്. KPC അധ്യക്ഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തിരുവനന്തപുരത്തേക്ക് തിരിച്ച മാണി പാലായിൽ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി K രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. രതീഷ്, എന്തൊക്കെ നീക്കങ്ങളാണ്, രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്? വീണ, തിരക്കിട്ട ചർച്ചകൾ തന്നെ തലസ്ഥാനത്ത് KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. നേരത്തെ മുഖ്യമന്ത്രി ഈ വിവരം KM മാണിക്കെതിരായ കോടതി വിധി അറിഞ്ഞുടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു. വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തി. എന്നാൽ KPC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വരണമോ അല്ലെങ്കിൽ KM മാണിയെ നേരിട്ട് കണ്ട് തന്നെ അഭിപ്രായം പറയണമോ എന്ന ചില സംശയങ്ങളിലായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റുമായുള്ള കൂടിയാലോചന ഫോണിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് UDF നേതൃത്വം ഒന്നടങ്കം രാജി ആവശ്യപ്പെട്ടാൽ മതി എന്ന ഒരു തീരുമാനത്തിലെത്തുകയും KPC പ്രസിഡന്റ് തലസ്ഥാനത്ത് എത്തുകയും ചെയ്തത്. കായംകുളത്ത് നിന്നും അദ്ദേഹം കാർ മാർഗം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി. അവിടെ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയാണ്. KM മാണിയുമായി വിശദമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി KPC പ്രസിഡന്റ് സമയം ചോദിച്ചിരുന്നു. പക്ഷേ KM മാണി ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. തുടർന്നാണ് മുഖ്യമന്ത്രി KPC പ്രസിഡന്റിനോട് അടിയന്തരമായി തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ള ധാരണയിലെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. രാത്രി വൈകി ആഭ്യന്തരമന്ത്രി കൂടി എത്തുന്നുണ്ട്. ഇവർക്കിടയിലും ഇന്ന് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ തള്ളേണ്ടതില്ല. അതേസമയം കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കോട്ടയത്തുണ്ട്. KM മാണി കോട്ടയത്ത് നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാത്രി KM മാണി വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തമായ സൂചനയില്ല. കാരണം മുഖ്യമന്ത്രിയോട് KM മാണി ചില കടുത്ത നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. പോകേണ്ടി വരികയാണെങ്കിൽ, രാജിവെക്കേണ്ടി വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയും എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ KM മാണി അറിയിച്ചിട്ടുണ്ട്. അത് ഒരു സമ്മർദ്ദതന്ത്രമായി ആണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അതിന് പൂർണ്ണമായും തള്ളിക്കളയാൻ സർക്കാരിനും എത്രത്തോളം കഴിയുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം ചില മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളടക്കം KM മാണി ഉന്നയിച്ചേക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ KM മാണി ഒരു സമ്മർദ്ദതന്ത്രത്തിലേക്ക് എത്തുകയാണോ എന്ന സംശയവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. KM മാണിയെ സംബന്ധിച്ച് താൻ മാത്രമല്ല തന്റെ കൂടെ ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും രാജിവെക്കണമെന്ന നിലപാട് പാർട്ടിക്കകത്ത് ഉന്നയിക്കാനാണ് ഒരുങ്ങുന്നത്. പക്ഷേ PJ ജോസഫ് വിഭാഗം ഇതിന് വഴങ്ങിയിട്ടില്ല. അവർ ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം PJ ജോസഫ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം മറ്റ് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ PJ ജോസഫ് എന്തെങ്കിലും തരത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. ഈ നിലപാടിനെ മാണി അതിജീവിക്കുകയും PJ ജോസഫിനെ കൂടെ നിർത്തുകയും ചെയ്യാൻ മാണിക്ക് കഴിയേണ്ടതുണ്ട്. അതിന് കഴിയുമോ എന്ന സന്ദേഹം ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിലും അത് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ KM മാണി ചിലതെല്ലാം പറയാൻ വേണ്ടി സന്നദ്ധനായിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും നൽകുന്ന സൂചന. വിവരങ്ങൾ നൽകിയത് K രതീഷ്. 12 മണിക്കൂറുകൾക്കപ്പുറം രാഷ്ട്രീയ കേരളത്തെ കാത്തിരിക്കുന്ന വാർത്ത എന്ത്? KM മാണി രാജിവെക്കുമോ? പഴുതുകൾ തീർത്ത പ്രതിരോധം അദ്ദേഹം തീർക്കുമോ എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ VD സതീശൻ MLA, ശ്രീ A പ്രദീപ് കുമാർ MLA, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് CP ഉദയഭാനു, ശ്രീ അജയ് തറയിൽ, ശ്രീ MT രമേശ്, ശ്രീ PC ജോർജ് അല്പസമയത്തിനകം ചർച്ചയിൽ പങ്കുചേരും. ശ്രീ ബിജു രമേശും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ശ്രീ VD സതീശനിലേക്ക്. ശ്രീ VD സതീശൻ, വിധി പ്രസ്താവത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണമല്ല KM മാണി ഇപ്പോൾ നടത്തുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് നാളെ പാർട്ടി യോഗത്തിന് ശേഷം തീരുമാനമെടുക്കും, തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വിധി പഠിക്കട്ടെ എന്നും, മാത്രമല്ല പഴയ ചില അടവുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും പ്രതിരോധം തീർക്കുവാൻ KM മാണി ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടാകുന്നു. KM മാണി രാജിവെക്കുമോ? ശ്രീ VD സതീശൻ. തീർച്ചയായും രാജിവെക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം രാജി അനിവാര്യമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നിയമപരമായ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയമായ വിഷയങ്ങളുടെ പേരിലാണെങ്കിലും ധാർമ്മികതയുടെ പേരിലാണെങ്കിലും ഇനി രാജിവെക്കാതെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം
ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് വെളിപ്പെടുത്തട്ടെ. അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അദ്ദേഹം നേരത്തെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരുതുന്നു ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ബിജു രമേശ് CPM നേതാക്കളുമായി കൂടിയാലോചന നടത്തി എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചായിരിക്കും ഗൂഢാലോചന എന്ന് പറഞ്ഞത്. അല്ലാതെ UDF ആരെങ്കിലും KM മാണിയെ പോലുള്ളൊരു സമുന്നതനായ നേതാവിനെതിരായി ഗൂഢാലോചന നടത്തി സ്വന്തം പാളയത്തെ ദുർബലപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തു വന്ന് സംസാരിക്കാൻ തയ്യാറാകുന്ന ചില നേതാക്കളെങ്കിലും പറയുന്നത് എല്ലാവർക്കും നീതി ഒരുപോലെയാകണമെന്നുള്ളതാണ്. സമാനമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നവർ മന്ത്രി K ബാബുവിന് ഉൾപ്പെടെ കിട്ടുന്ന നീതി അല്ലെങ്കിൽ ആ ഒരു പരിഗണന തനിക്കും വേണം എന്ന് KM മാണി ആവശ്യപ്പെടുന്നു. അത് ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ മതിയായതാണെന്ന് ചിലരെങ്കിലും പറയുന്നു. ശ്രീ വി ഡി സതീശൻ, K ബാബുവിന് എന്ത് പരിഗണനയാണ് കൊടുത്തത്? മാണിസാറിന് കൊടുക്കാത്ത ഏത് പരിഗണനയാണ് K ബാബുവിന് കൊടുത്തത്? ഇവിടെ K ബാബു എന്ന മന്ത്രിക്കെതിരായി, കോൺഗ്രസ് മന്ത്രിക്കെതിരായി ആക്ഷേപം വന്നപ്പോൾ FIR ഇട്ട് അന്വേഷണം നടത്തുകയല്ലേ? ഇപ്പം ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൻ്റെ നിഗമനം വിജിലൻസ് ഡയറക്ടർ ഇടപെട്ട് മാറ്റി എന്നുള്ളതായിരുന്നു ഇവിടെ ആരോപണം. അത് വിജിലൻസ് കോടതി പരിശോധിച്ചപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തുകയും ബാക്കിയുള്ള നിഗമനങ്ങൾ നടത്തുകയും ചെയ്തു. അത് സംബന്ധിച്ച് വിജിലൻസിൻ്റെ അധികാരത്തെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിജിലൻസ് കോടതിയിൽ പോയത്. വിജിലൻസ് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന വിജിലൻസ് കോടതിയുടെ നിഗമനത്തെ ശരിവെക്കുകയും തുടരന്വേഷണം തുടരട്ടെ എന്ന് പറയുകയും അതിന് സ്റ്റേ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. വ്യക്തമായി ഈ ഒരു സാഹചര്യത്തിൽ ഒരു അധികാര സ്ഥാനത്തിൽ ഒരാൾ ഇരുന്നു കൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതിൻ്റെ ധാർമ്മികത എന്താണ്? യുക്തി എന്താണ്? നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരായി ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്നും അതിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെന്നും രണ്ട് കോടതികളും ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അധികാരത്തിൽ തുടരാൻ ഞാൻ കരുതുന്നില്ല അങ്ങനെ മാണിസാർ അതിന് കഴിയുകയുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, അപ്പുറത്ത് KM മാണിയാണ്. രാഷ്ട്രീയ മാന്യത അനുസരിച്ചോ ധാർമ്മികത അനുസരിച്ചോ നിയമപരമായോ KM മാണിക്ക് ഒരു പക്ഷേ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി പറയാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞു രാജിവെച്ച് പുറത്തു പോകൂ എന്ന് തന്നെയാണ് വളരെ മാന്യമായ ഭാഷയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കല്ലറങ്ങാട്ട് പിതാവിനെ കാണുന്നു, പെരുന്നയിൽ പോകുന്നു, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ മാറുന്നുമുണ്ട്. ഈ 12 മണിക്കൂറിനപ്പുറം എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ച് താങ്കൾക്കൊരാകാംക്ഷയുണ്ടോ? എനിക്ക് ആകാംക്ഷയൊന്നുമില്ല. KM മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സത്യത്തിൽ ദുഃഖമുണ്ട്. കാരണം 50 കൊല്ലം നിയമസഭാംഗമായിരുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ്, ഒരു കാരണവർ, അദ്ദേഹത്തിൻ്റെ ജീവിത സായന്തനത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനത്തെ ഇന്നിങ്സിൽ ഇത്രയും അവഹേളിതനായി ഏതാണ്ട് കുമാരനാശാൻ ഈ ചുടുകാട്ടിൽ കിടക്കുന്ന വാസവദത്തെ വർണ്ണിച്ച് ഓർമ്മയുണ്ടോ? രക്തമെല്ലാം ഒഴുകിപ്പോയി, സിരകൾ രക്തമായി, പ്രാണപാശം അറുമാറായി ചുടുകാട്ടിൽ കിടക്കുന്ന വാസവദത്തയുടെ കിടപ്പാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത്ര നാളും അദ്ദേഹത്തെ ഈ പഴുപ്പളച്ചക്ക കാക്കോത്തുന്ന രംഗത്തോടാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഉപമ ഞാൻ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ ഇടപെടുകയാണ്. VM സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. കൊച്ചിയിൽ എത്തിയതേ ഉള്ളൂ. അദ്ദേഹവുമായി സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു. ഇത് കഴിഞ്ഞ് നാളെ UDFൻ്റെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. രാവിലെ തന്നെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അതിന് ശേഷം സ്വാഭാവികമായും എല്ലാവരുമായും ചർച്ച ചെയ്തതിന് ശേഷം ഏതായാലും ഉചിതമായൊരു തീരുമാനം ഉണ്ടാകും. ഇല്ല, ഇതിനെ സംബന്ധിച്ച് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും എല്ലാ വശങ്ങളും വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നാളെ ഘടകകക്ഷികൾ, കാരണം ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്, ഒരു നിഗമനത്തിലേക്ക് പോകുന്നത് ശരിയല്ല. കാരണം ഘടകകക്ഷി നേതാക്കളുമായി കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തിയിട്ടല്ലാതെ ഒരു തീരുമാനം അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവരുമായിട്ട് കൂടെ രാവിലെ സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട്
ഉചിതമായ ഒരു തീരുമാനം നാളെ ഉണ്ടാകും. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. നാളെ സ്വാഭാവികമായും ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയത്തിന് ശേഷം UDF നേതൃത്വം സ്വാഭാവികമായി അദ്ദേഹവുമായി സംസാരിക്കുമല്ലോ. അല്ല, അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നത്. അല്ല, കോൺഗ്രസിന് ഈ കാര്യത്തിലൊരു കൃത്യമായ നിലപാടുണ്ട്. അത് കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പം അങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയാണോ? അല്ല സ്വാഭാവികമായി കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയിൽ അഭിപ്രായം വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ വരുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഈ കാര്യത്തിലൊരു കൃത്യമായ ഒരു സമീപനമുണ്ട്, നിലപാടുണ്ട്. പക്ഷേ അത് ഏകപക്ഷീയമായി പറയുന്നത് ശരിയല്ല. അതേ സമയത്ത് തന്നെ മറ്റ് കക്ഷി നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ് പൊതുവായ ഒരു അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം അനന്തര തലത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ നാളെ വരും. അഡ്വക്കേറ്റ് ജയശങ്കർ, ഏതെങ്കിലും തരത്തിൽ മാണിയുടെ രാജിക്കാര്യം ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? അല്ല, സർക്കാരിന് മുമ്പിൽ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾ കളങ്കിതനായ ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഇത്ര നാൾ മുന്നോട്ട് പോയതാണ് അത്ഭുതം. ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ 2 മാസത്തിനുള്ളിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. അത് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ്റെ വിവാഹം നടത്തേണ്ടിയിരുന്നുകൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് അന്നും FIR ഇന്നും FIR. ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിയുന്നു. FIR ഇട്ട സാഹചര്യത്തിൽ ശ്രീ മാണിയെക്കുട്ടി രാജിവെപ്പിക്കേണ്ടായിരുന്നു. അത് ചെയ്തില്ല. അതിന് കാരണം ഉമ്മൻചാണ്ടിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല, മതമേലധ്യക്ഷന്മാരുടെയും സമുദായ നേതാക്കളുടെയും പിന്തുണ ഇദ്ദേഹത്തിനുണ്ടായിരുന്നുകൊണ്ടാണ്. VD സതീശൻ അടക്കമുള്ള ആളുകൾ, അജയ് തറയിലുണ്ട്, അജയ് തറയിൽ അടക്കമുള്ളവർ, പന്തളം സുധാകരൻ, ഇവരൊക്കെ ഭംഗ്യന്തരേണ പറഞ്ഞും പറയാതെയും വ്യക്തമാക്കിയതാണ് KM മാണി ഇനി ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. ഇതുപോലെ തുടരുന്നത് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടില്ല, രാഷ്ട്രീയമായിട്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. രാഷ്ട്രീയമായിട്ട് ശരിയല്ല, അതിന് സാങ്കത്യമില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ മെത്രാന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും സമുദായ നേതാക്കളുടെയും ഒക്കെ പിന്തുണ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ ഇങ്ങനെയുള്ള ആളുകളുടെ സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇത്ര നാൾ പിടിച്ചു നിന്നത്. ഇനിയും പിടിച്ചേക്കാൻ പറ്റും. ഇനി കല്ലറങ്ങാട്ട് പിതാവല്ല കർത്താവ് ഈശോ മിശിഹ വിചാരിച്ചാലും കരിങ്കോഴക്കൽ മാണിയെ താങ്ങി നിർത്താൻ പറ്റുകയില്ല. ശ്രീ അജയ് തറയിൽ, ഈ KM മാണി രാജിവെച്ചാൽ ഒഴിയുന്നതാണോ അല്ലെങ്കിൽ തീരുന്നതാണോ സർക്കാരിനുണ്ടാകുന്ന, മുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ മാനക്കേട്? മീണ, ഇത് ഞങ്ങൾ പാർട്ടി വളരെ ഗൗരവമായിട്ട് 11-ാം തീയതിയും 12-ാം തീയതിയും ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയമാണ്. ഇവിടെ വെച്ചൊരു പൊതുവേദിയിൽ വെച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ എനിക്ക് കഴിയില്ല. കാരണം കേരളത്തിലെ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അടക്കമുള്ള കാര്യങ്ങൾ, ശ്രീ KM മാണിയുടെ അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അവയൊക്കെ പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നതുകൊണ്ടും KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഉചിതമായ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പറായ ഡിസിഷൻ, അതുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ അതിനു മുമ്പ് തോക്കിനകത്ത് കയറി വെടിവെക്കാൻ ഞാൻ ആളല്ല എന്നൊരു കാര്യം വളരെ വേദനയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ VD സതീശൻ, VS അച്യുതാനന്ദൻ പറഞ്ഞത് സീസറിന്റെ ഭാര്യ പരാമർശത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉൾപ്പെടും എന്നുള്ളതാണ്. ഇത്രയും നാണം കെട്ട് KM മാണിക്ക് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയത് ആരൊക്കെയാണോ അവരൊക്കെയും ഈ നാണക്കേട് പേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഇത് ബാധകമാണ്. ശ്രീ VD സതീശൻ എന്തു പറയുന്നു? VS അച്യുതാനന്ദൻ അത് പറയാനുള്ള യോഗ്യതയില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനെതിരായിട്ട് SNC ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേസ് വന്ന സമയത്ത് ഗവൺമെൻറ്റാണ് ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് CBI അന്വേഷണം വേണ്ട എന്ന് വാദിപ്പിച്ചത്. അതിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം ചെയ്താണെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ ചെയ്തായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ചരിത്രം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയണ്ട. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി, ഞാൻ വിചാരിക്കുന്നു ശ്രീ KM മാണിയെ പോലുള്ള വളരെ പരിണതപ്രജ്ഞനായ, വളരെ സീനിയറായ, ഇപ്പോൾ ശ്രീ ജയശങ്കർ തന്നെ പറഞ്ഞതുപോലെ 50 വർഷത്തെ പാർലമെൻ്ററി ചരിത്രമുള്ള ഒരു സീനിയർ നേതാവിനെ
ഒരു അഴിമതി ആരോപണത്തിൻ്റെ, ഒരു കോഴ ആരോപണത്തിൻ്റെ പേരിൽ ഇറക്കി വിടാനുള്ള മടി ചിലപ്പോൾ ഉമ്മൻചാണ്ടി കാണിച്ചു കാണും. കാരണം അവർ പക്ഷേ ശ്രീ വി ഡി സതീശൻ, ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പക്ഷേ കൊടുക്കുന്നത് അദ്ദേഹം സ്വയം ഒഴിയാനുള്ള ഒരു അവസരമാകാം കൊടുക്കുന്നത്. പക്ഷേ വിജിലൻസ് കോടതിയുടെ വിധി വന്നപ്പോൾ എന്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്? കെ മാണി രാജിവെക്കേണ്ടതില്ല, പാമുലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞത്. അതും പറഞ്ഞു. പക്ഷേ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, വിജിലൻസ് കോടതിയുടെ വിധി വന്നു, പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, ഈ കാര്യത്തിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ വിഷയത്തോട് പ്രതികരിച്ചതിനോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിരുകടന്ന് ശ്രീ കെ എം മാണിയെ പ്രതിരോധിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ താങ്കൾക്കും പൂർണ്ണ ബോധ്യമുണ്ട് അതിന് പാർട്ടിയും മുന്നണിയും കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചത് അതാണ്. ശ്രീ അജയ് തറയിൽ നേരത്തെ പറഞ്ഞതുപോലെ. ശ്രീ വി ഡി സതീശൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ പരാജയങ്ങളുടെ കാരണങ്ങളിൽ ഒന്നിതാണ്. എല്ലാം ഇത് തന്നെയാണെന്ന് പറഞ്ഞ് കെ എം മാണിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ഞാൻ തയ്യാറില്ല. കുറേ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഇതാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ക്യാമ്പയിൻ നടത്തി വിജയത്തിൻ്റെ തേരിലേറി UDF മുന്നോട്ട് പോകുന്ന സമയത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് ഈ ബാർക്കോഴ ആരോപണം. അത് വിടാതെ UDFനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒരു സമയത്ത് ഞാൻ തന്നെ റിപ്പോർട്ടർ TV-യിൽ ശ്രീ നികേഷിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഈ സർക്കാരിൻ്റെ മീതെ അഴിമതിയുടെ കരിനിഴൽ വീണിരിക്കുന്നു, അതിൽ നിന്ന് പുറത്തു വരാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അത് ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചിരുന്നു. ഞാൻ തന്നെ 3-4 മാസക്കാലം മുൻപ് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ശ്രീ കെ എം മാണിയെ പറഞ്ഞ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പാർട്ടിയിലും പറഞ്ഞിരുന്നു, അത് നടപടി ഉണ്ടാകാത്ത സമയത്ത് പുറത്തും പറഞ്ഞിരുന്നു. അപ്പം നേതാക്കൾ, ഞങ്ങളൊക്കെ 2ാം നിരയിലുള്ള നേതാക്കളാണ് UDFിലും കോൺഗ്രസിലും. മുതിർന്ന നേതാക്കന്മാരെ കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്. എന്താ? ഉചിതമായ സമയത്ത് അവർ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ്. ദൗർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. പക്ഷേ ഇത് കെ എം മാണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ശ്രീ വി ഡി സതീശൻ. ഇന്ന് കോടതി പറഞ്ഞതുപോലെ ഈ മാണി തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നടന്നാൽ അത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കും. കോടതി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താങ്കളും ഈ പരാമർശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എടുത്ത നിലപാടുകൾ ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഒരു സംശയവുമില്ല. അതുകൂടി സുതാര്യമാകേണ്ടതാണ്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്നുള്ളത് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ശ്രീ വി ഡി സതീശൻ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദീർഘനാളത്തെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധവും UDFിലെ മുതിർന്ന നേതാവാണ് എന്നുള്ള പരിഗണനയും അതേ അവസരത്തിൽ 50 വർഷക്കാലത്തെ പാർലമെന്ററി പരിചയവും ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളെ ഇതുപോലുള്ള ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ഒരു അൺസെറിമോണിയൽ സെൻഡ് ഓഫ് അദ്ദേഹത്തിന് കൊടുക്കരുതെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചു കാണും. പക്ഷെ അത് ഇവിടെ വരെ എത്തിച്ചു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ പ്രദീപ് കുമാർ, നേരത്തെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം, ഈ LDFും ബിജു രമേശും തമ്മിലുള്ള ഗൂഢാലോചന പുറത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് പുറത്ത് പറയും എന്നാണ് കെ എം മാണി പറഞ്ഞത് എന്നുള്ളതാണ് ശ്രീ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. എന്ത് പറയുന്നു? അല്ല, ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പം CPIM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ രക്ഷിക്കാനാണോ UDF ഗവൺമെൻറ് ഇപ്പോൾ ഈ അന്വേഷണം തന്നെ വേണ്ടാന്ന് വെക്കുന്നതും അപ്പീലിൽ പോകുന്നതും അന്വേഷണത്തെ തുടരന്വേഷണം തടസ്സപ്പെടുന്നതൊക്കെ? അല്ല, ഗൂഢാലോചന, ഞങ്ങൾ നടത്തിയ ഗൂഢാലോചന വെളിച്ചത്ത് വരാതിരിക്കാൻ ഞങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ അതേ ന്യായം വെച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, കെ എം മാണി മാത്രമല്ല ഉമ്മൻചാണ്ടി ഉൾപ്പെടെ രാജിവെക്കേണ്ടതാണ്. കാരണം ഈ കുറ്റവാളിയെ ഇപ്പോൾ കോടതി കയ്യോടെ പിടികൂടി കൈവിലങ്ങ് വെച്ച് തെരുവിൽ നടത്തിക്കുന്നതിന് സമാനമായിട്ടുള്ള അന്തരീക്ഷമായല്ലോ ഇന്നത്തോടുകൂടി. ഇപ്പോൾ അദ്ദേഹത്തെ പരിധി വിട്ട് ന്യായീകരിച്ചു, സംരക്ഷിച്ചു എന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ?
വി.ഡി. സതീശൻ പറഞ്ഞത് അദ്ദേഹമൊക്കെ രണ്ടാം നിര നേതാവാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റാണ്, അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയല്ല. പക്ഷേ എങ്കിലും ഇനി ഒന്നാം നിര നേതാവായിട്ടുള്ള KPCC പ്രസിഡന്റ് അല്പം മുമ്പ് അഭിമുഖം നടത്തിയപ്പോൾ പറഞ്ഞത് എന്താ? ആർക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഇക്കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ നിലപാടുണ്ടല്ലോ കോൺഗ്രസിന് എന്നാണ്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ നിലപാട് മിനിഞ്ഞാന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് KM മാണിയെ പൂർണ്ണമായി ന്യായീകരിച്ച് അദ്ദേഹം രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല, ഈ ബാർക്കോഴ കേസൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതായി ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ന്യായീകരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അതാണോ നേരത്തെ സുധീരൻ ഉദ്ദേശിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാടല്ല മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ ഈ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അല്ല എന്ന് പറയാൻ സന്നദ്ധാവുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ KPCCയോ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒക്കെ എന്തോ പറയുന്നു, മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്, ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞാണ്. അദ്ദേഹം ഈ എല്ലാ അഴിമതിക്കാരെയും പിന്നെ സംരക്ഷിക്കുന്നു. അഴിമതിയുടെ കരിനിഴൽ പുരണ്ട ഭരണമല്ലിത്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മനസ്സിലാക്കണം, അഴിമതിയുടെ ചളിക്കുണ്ടിലാണ്ട് നിൽക്കുന്ന ഭരണമാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് നന്നായി പറയേണ്ടത്. അപ്പോഴേ അത് നല്ല വ്യക്തതയായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഈ അന്വേഷണത്തെ ഇവർ ഭയപ്പെടുന്നത്, അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുമ്പ് കണ്ടു. അത്യാവശ്യം നല്ലൊരു പോലീസ് ഓഫീസറാണെന്ന് സൽപ്പേര് നേടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ, വിൻസെൻ്റ് പോളിനെ ഉൾപ്പെടെ അവസാനം അങ്ങേയറ്റത്ത് അപമാനിതനാക്കി വിടുന്നതിനുള്ള സമ്മർദ്ദത്തിലാഴ്ത്തിയവർ. അതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിജിലൻസ് കോടതിയുടെ കേസ് വന്നിട്ടും അതിനെ നേരത്തെ മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ പാമോയിലും കേസ് വന്നപ്പോൾ ജഡ്ജിയെ തെറിപടിച്ച് ഓടിച്ച സംഭവമില്ലേ, അതിന് സമാനമായ നിലയിലുള്ള പ്രതികരണങ്ങൾ ഇവരുടെ പലരുടെ ഭാഗത്തുണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് കോടതി വിധി കൂടെ വന്നപ്പോൾ മറ്റ് യാതൊരു നിർവാഹമില്ലാത്ത വന്ന സമയത്താണ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് നാളെ രാജിവെക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയാവുന്ന സാഹചര്യം പിന്നെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് എന്താ, ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. ചീഫ് വിപ്പും തന്നോടൊപ്പം രാജിവെക്കണമെന്ന് KM മാണി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്, ജോസഫിനോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് ജോസഫിനെ കൊണ്ട് ജോസഫിനൊപ്പമുള്ള ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മതിപ്പിക്കുകയുമില്ല. അങ്ങനെ KM മാണി അങ്ങ് രാജിവെച്ചു പോകും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മാണി ഇതിനു മുമ്പ് എന്നെ പറഞ്ഞു വിട്ടതാണ് ജോസഫിന്റെ അടുത്ത്. ഈ ആരോപണം വന്നപ്പോൾ നമുക്ക് 3 പേർക്കും രാജിവെക്കാം. ഞാൻ ജോസഫിന്റെ അടുത്ത് എന്ന് സംസാരിച്ച് ജോസഫ് പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞാൻ വെക്കുക എന്ന് പറഞ്ഞാൽ മാണി വാങ്ങിയ പണത്തിന് പങ്ക് ചെയ്യാൻ പറ്റിയെന്ന് അർത്ഥമാവും, അതുകൊണ്ട് എനിക്ക് രാജിവെക്കാൻ പറ്റുകയില്ല. ആ പറഞ്ഞ ജോസഫ് ഇതുപോലെ കോടതി വിധിയും കൂടെ വന്നിരിക്കുമ്പോ എങ്ങനെ രാജിവെക്കും? രാജിവെച്ചാൽ മാണി അതിന്റെ മാണിയുടെ കൈക്കൂലിയുടെ പങ്ക് പറ്റിയെന്നല്ലേ അർത്ഥം. അപ്പൊ അതിനകത്ത് ജോസഫ് രാജിവെക്കാൻ പ്രശ്നം ഉദിക്കുന്നില്ല, ജോസഫ് അങ്ങനെ മടങ്ങിനുമല്ല. പക്ഷെ ഫ്രാൻസിസ് ജോർജ് ഒക്കെ വൈകുന്നേരം പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടി എല്ലാവരും കൂടി ആക്രമിക്കാൻ നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീ PC ജോർജ്. അത് ഫ്രാൻസിസ് ജോർജിന്റെ അഭിപ്രായമാണ്, MLA-മാരുടെ അഭിപ്രായം അല്ല. MLA-മാരുടെ അഭിപ്രായം കേട്ട് മനസ്സിലാവും മാണി ഒറ്റപ്പെടും, മാണിയുടെ അടുത്ത് വേറെ ആരുമില്ല, മാണിയും മാണിയുടെ മകനും മാണിയുടെ ഭാര്യയും ബന്ധുക്കളും വീതം പറ്റുന്നതല്ലാതെ വേറെ ആരും കാണുകയില്ല. ഇന്ന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് KM മാണി പറഞ്ഞത് ഈ ഗൂഢാലോചനയുണ്ട്, അതെല്ലാം പുറത്തു വരും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദം ചെലുത്താൻ KM മാണിക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ? അത്രയും രഹസ്യങ്ങൾ ഇത് KM മാണിക്ക് ഇത് സംബന്ധിച്ച് ബദലായി പറയാനുണ്ടാകുമോ? മാണിക്ക് അറിയാത്ത കാര്യം എന്താണല്ലേ, മാണി ഉമ്മൻചാണ്ടിയുടെ കൂട്ടുകച്ചവടമല്ലേ. മാണിയുടെ എത്ര രൂപ ഉണ്ട് ഈ 4.5 കൊല്ലം കൊണ്ട്? മാണിയുടെ എത്ര രൂപ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ എത്ര രൂപ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ എത്ര രൂപ ഉണ്ട്, മാണിയുടെ ബന്ധുക്കൾ എത്ര മേടിച്ചു, ഇതൊക്കെ 2 പേർക്കും അറിയാം. ഇത് 2 പേരുടെ കൂട്ടുകച്ചവടം അല്ലാതെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. 8 മാസം മുമ്പ് ഞാനിത് പറഞ്ഞതാ. ഞാനത് പറഞ്ഞ ഒരാളാണ് എന്റെ MLA സ്ഥാനം കളയണമെന്ന് പറഞ്ഞ് മാണി ഉമ്മൻചാണ്ടി കൂടെ, ഉമ്മൻചാണ്ടി എന്റെ ചീഫ് സ്ഥാനം പിടിച്ചു പറിച്ചു, മാണി എന്റെ MLA സ്ഥാനം കളയാൻ വേണ്ടി കേസുമായിട്ട് നടക്കുക. ഞാൻ പറഞ്ഞ 8 മാസം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നിപ്പോ സതീശൻ പറയുന്ന കാര്യവും അല്ലെങ്കിൽ നമ്മുടെ KP അനിൽകുമാർ പറഞ്ഞ കാര്യവും KPCC ഔദ്യോഗിക വക്താവ് പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞുകൊണ്ട് എന്നാ വ്യത്യാസം ഒന്ന് തന്നെ. അപ്പൊ 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞപ്പോ ഇത് കേട്ടിരുന്ന ആ സ്വർണ്ണക്കട ഒരു 5 സ്വർണ്ണക്കട മുതലാളിമാരുണ്ട്, അവരോട് മേടിച്ച ഒരു 30 കോടി രൂപയെങ്കിലും അവിടെ ഇരുന്നോണ്ട് അത് കൂടെ മേടിച്ചില്ലേ? കാരണം 8 മാസം കൊണ്ട് മാണി എത്ര കോടി ഉണ്ടാക്കി, അതിന്റെ കണക്ക് എന്തെങ്കിലും ഉണ്ട്. ഞാൻ പതുക്കെ പുറത്തു വിടാൻ പോവില്ലേ? അപ്പോ മാണിയെ കൊണ്ട് കൈക്കൂലി മേടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാ. അവിടെ ഉമ്മൻചാണ്ടി അങ്ങനെ കുറ്റവർത്താനൊന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ട,
ഉമ്മൻചാണ്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉമ്മൻചാണ്ടി ഇവിടെ എല്ലാ കക്ഷികളിലും കൊള്ളാവുന്ന ആളുകളെന്ന് തോന്നിച്ച് ജാക്കറ്റ് പിടിച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെ കട്ട് പോവാണ്. ആ കഴുക്കുന്നതിനിടയ്ക്കാണ് ഉമ്മൻചാണ്ടി. അതാ യഥാർത്ഥം ഞാൻ പറയാം. മാണി മുക്കാക്കള്ളനാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഴുക്കള്ളനാണ്. അപ്പൊ മുക്കാക്കള്ളനും മുഴുക്കള്ളനും ഇതിനാര് രാജിവെക്കണം? മുക്കാക്കള്ളനാണ് രാജിവെക്കുക, അല്ലാതെ നിവൃത്തിയില്ല. ഇവിടെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉള്ളത് തീർത്തിക്കട്ടെ. അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിനെ കണ്ടു മാണി എന്ന് പറഞ്ഞു. ഞാനും കാണാറുണ്ട്. കല്ലറങ്ങാട്ട് പിതാവ് ഒന്നും മാണിയുടെ കൂട്ടുകച്ചവടത്തിനും കള്ളത്തരത്തിനും കൈക്കുറിക്കും കൂട്ടു നിൽക്കുന്നില്ല. ഇവിടെ പലരും ചർച്ചയിൽ പറയുമ്പോ ജയശങ്കർ തന്നെ പറഞ്ഞ കല്ലറങ്ങാട്ട് പിതാവിനെ കണ്ടെന്ന്. കല്ലറങ്ങാട്ട് പിതാവിനെ ഞാൻ അറിയുന്ന പോലെ നിങ്ങളാരും അറിയില്ലാത്തതുകൊണ്ട് ജയശങ്കറോട് വളരെ സ്നേഹത്തോട് പറയുന്നു, കല്ലറങ്ങാട്ട് പിതാവ് ഒന്നും ഇദ്ദേഹത്തിന്റെ ഈ കൈക്കൂലിമേരിന് കൂട്ടു നിൽക്കില്ല എന്ന് മാത്രമല്ല, അവിടെ ചെന്ന രാജിവെക്കുന്ന മാണി നല്ലതെന്ന് പറഞ്ഞു വിടുന്നുള്ള ഒരു സംശയമില്ല. അതല്ലാതെ ഈ കളവിനൊന്നും അത് തന്നെയല്ല. കാർഷിക മേഖലയിലും കത്തോലിക്ക സമുദായത്തിലും ഉണ്ടായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പാലാ അരമന യോഗം വിളിച്ചുകൊണ്ട് 3 ബിഷപ്പന്മാരും പ്രസംഗിച്ചു. മാണി അവിടെ കരഞ്ഞുകൊണ്ട് ചെല്ലാൻ മാണി കയറ്റിയില്ല സ്റ്റേജിൽ. മാണി വന്നാൽ പ്രസംഗിപ്പിക്കാനെന്ന് പറഞ്ഞു. ദയവായി ടെലിഫോണിൽ തുടരുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജയ് തറയിൽ, ശ്രീ PC ജോർജ് പറയുന്നു 8 മാസം മുമ്പ് താൻ പറഞ്ഞത് കേട്ടില്ല, ശ്രീ VD സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കേട്ടില്ല, ശ്രീ അജയ് തറയിൽ പറഞ്ഞത് കേട്ടില്ല, പന്തളം സുധാകരൻ പറഞ്ഞത് കേട്ടില്ല, ലാലി വിൻസൻ പറഞ്ഞത് കേട്ടില്ല. കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗമെങ്കിലും പറയുന്നത് ഉമ്മൻചാണ്ടി കേട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗതികേട് ഉണ്ടായത്. ഞാൻ ചോദിക്കുന്നത്, KM മാണി നാളെ രാജിവെച്ചേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് 6 മാസത്തിനിപ്പുറം നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ, പ്രതിച്ഛായ മെനുക്കാൻ മാണിയുടെ രാജി മതിയാകുമോ? ശ്രീ അജയ് തറയിൽ. വീണ, ഞാൻ ഉത്തരം പറഞ്ഞ ചോദ്യം തന്നെയാണ് വീണ വീണ്ടും ആവർത്തിക്കുന്നത്. 11-ാം തീയതി KPCC ഭാരവാഹികളുടെ യോഗം കൂടുകയാണ്. 12-ാം തീയതി KPCCയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നു. ഞങ്ങൾ വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രസ്താവനയ്ക്ക് പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് KM മാണിയുടെ രാജിക്കാര്യത്തെക്കുറിച്ചും ഈ നിയമപരമായ സംവിധാനത്തെ കുറിച്ചുമാണ്. അതിനെക്കുറിച്ചും കേരളത്തിലെ KPCC പ്രസിഡന്റ് വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞു. ഉചിതമായ തീരുമാനമുണ്ടാകും, പ്രോപ്പർ ഡിസിഷൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നാളെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യും. ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന കുഴപ്പ്. അതിനു മുമ്പ് ഈ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് UDFന്റെ നേർയോ നടക്കട്ടെ, കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീ VM സുധീരനും മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും എല്ലാം കൂടി ഒത്തുകൂടട്ടെ. അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കൂ. കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ശ്രീ അജയ് തറയിൽ? കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഈ രാജ്യത്തെ ശ്രീ അജയ് തറയിൽ, ഇതിനനുസരിച്ച് സർക്കാർ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ വെച്ച് പറയാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന കാര്യമല്ല. വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ പറഞ്ഞത്. കോൺഗ്രസ് അകത്ത് മാറ്റമുണ്ടാകുമോ? ശ്രീ VD സതീശൻ, ഗൗരവമുള്ള വിഷയമാണ്. പാർട്ടി ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് സ്പഷ്ടമാണ്. ശ്രീ അജയ് തറയിൽ പറഞ്ഞത് അത് തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ ശ്രീ VD സതീശൻ? അല്ല, അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. അത് KPCC എക്സിക്യൂട്ടീവിലോ KPCC ഭാരവാഹികളുടെ യോഗത്തിലോ അല്ല അത് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ ഉചിതമായ തീരുമാനം കൃത്യമായ സമയത്ത് എടുക്കും, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അത് കേരളത്തിലെടുക്കുന്ന ഒരു തീരുമാനമല്ല അത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹൈക്കമാൻഡ് കടുത്തൊരു നിലപാട്, കുറച്ചുകൂടി കർശനമായൊരു നിലപാട് മാണിയുടെ വിഷയത്തിൽ സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഹാജരാകുന്നത് കപിൽ സിബലാണ്. ശ്രീ VD സതീശൻ, അല്ല, അത് കപിൽ സിബലിനെ ഇവിടെ നിന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കപിൽ സിബൽ ഗവൺമെന്റിന് വേണ്ടി വന്നിട്ട് അപ്പിയർ ചെയ്യും. അതിനെന്താ കുഴപ്പം? അവിടെ നിന്ന് ആവശ്യപ്പെട്ടാൽ അത് ആ കേസിന് ഞാൻ പറഞ്ഞില്ലേ, ഏത് കേസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിജിലൻസിന്റെ ഒരു നിയമപ്രശ്നം കൂടി ഉണ്ട് യഥാർത്ഥത്തിൽ. ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്ന കേസുകൾ. അതിന്റെ അല്ല, ഞാൻ പറഞ്ഞ കേക്ക്. വീണ അങ്ങനെ ഒരു അക്ഷമ കാണിക്കുന്ന ആളല്ലല്ലോ സാധാരണ. ഞാൻ പറയുന്നത് വിജിലൻസിനൊരു നിയമപ്രശ്നം ഉണ്ടായിരുന്നു.
കൃത്യമായൊരു നിയമപ്രശ്നം. അത് ഭാവിയിൽ ഗുരുതരമായ വിഷയങ്ങൾക്ക്, കാരണം ഇപ്പോൾ എന്നോട് ശത്രുതയുള്ള ഒരാൾക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് എനിക്കെതിരായിട്ടൊരു കുറ്റപത്രം ഇല്ലാത്തത് സമർപ്പിച്ചാൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകും. ഒരു വിജിലൻസ് ആരോപണം എന്ന് പറയുന്നത് ഗുരുതരമാണ്. അതുകൊണ്ടാണ് വിജിലൻസിൽ പണ്ട് മുതലേ ഒരു സ്ക്രൂട്ടിനിയും സൂപ്പർവിഷനും ഉള്ളത്. ഈ കേസിൻ്റെ വിജിലൻസ് കോടതി വിധി വന്നപ്പോൾ ഒരു സംശയക്കാര്യത്തിൽ വന്നു, അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വന്നു, ഇനി അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നം വന്നു. അത് ഹൈക്കോടതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് പോയത്. അവിടെ വരെ പോകാൻ പാടില്ലായിരുന്നു. ഒരു തുടരന്വേഷണത്തിൻ്റെ സ്റ്റേ ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും തെറ്റ് മനസ്സിലാക്കി കപിൽ സിബൽ തന്നെ കോടതിയിൽ എഴുന്നേറ്റ് ഹാജരായി തുടരന്വേഷണത്തിൻ്റെ സ്റ്റേ അല്ല ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിലാണ് പോയിട്ടുള്ളതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹവും അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കമൽ പാഷ തന്നെ പറഞ്ഞു, ഇതിൽ വിജിലൻസിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, പ്രവർത്തനത്തെ ബാധിക്കുന്ന എന്ത് വിഷയമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഇത് പരിഗണിച്ചുകൊണ്ട് കമൽ പാഷ തന്നെ പറയുകയുണ്ടായി. അല്ല, അത് എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു ഇവിടെ നടത്തിയത്. നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ സാധാരണ ഒരു രീതിയാണ്. എനിക്ക് പറയും സതീഷിൻ്റെ പറയും, ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലത്ത് പ്രാക്ടീസ് തുടങ്ങിയവരാണ്. ഇപ്പോൾ ദണ്ഡപാണിയുടെ രീതികൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ്, നമ്മളാരും പഠിച്ചിട്ടുള്ള രീതിയല്ല. അദ്ദേഹം MVS നമ്പൂരിയുടെ ഓഫീസിൽ, ഞാൻ M രാമേന്ദ്രൻ സാറിൻ്റെ ഓഫീസിലുമായിരുന്നു. ഞങ്ങളൊന്നും ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ഒരു രീതിയിലല്ല ദണ്ഡപാണിയുടെ ഗുരുക്കന്മാർ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ രീതിയാണ്. ഇപ്പോൾ നമ്മളിവിടെ ചർച്ചാ വിഷയം അതല്ല. പക്ഷേ ഇവിടെ സതീശൻ പറഞ്ഞതിനോടും അജയൻ പറഞ്ഞതിനോടും ഞാൻ 100% യോജിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം പറയാം. മുഖ്യമന്ത്രി KM മാണിയെ ഡിഫെൻഡ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് സതീശൻ പറഞ്ഞു, അജയ് തറയിൽ പറഞ്ഞു, ലാലി വിൻസെൻറ്റ് പറഞ്ഞു, പന്തള സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഇവർക്കുണ്ടായ അനുഭവം എന്തായിരുന്നു? അവരെ എല്ലാവരെയും നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ക്ലിപ്പിടുക ചെയ്തു. ഇനി മേലിൽ പരസ്യമായി പ്രതികരിക്കരുത്. മിനിറ്റുകൾക്കകത്ത് പന്തള സുധാകരൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിച്ചു. സതീശൻ പിൻവലിച്ചില്ല. അജയ് തറയിൽ നിന്നും വിലക്കുണ്ടായി. ഇനി മേലിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തരുത്. സത്യത്തിൽ ആ സമയത്ത് പാർട്ടിക്കകത്ത് ആത്മാർത്ഥമായൊരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ പുറത്ത് പറഞ്ഞത് അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ അത്ര വലിയ അച്ചടക്കമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ പല കാര്യങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എം മാസ്റ്ററൊക്കെ എന്തൊക്കെ വിടുവായത്തരങ്ങളോ ഓരോ ദിവസം പറയും. അതിനൊന്നും ഒരു വിലക്കുണ്ടായില്ല. KM മാണിയെ സംബന്ധിച്ച് തികച്ചും നിരുപദ്രവമായ പരാമർശം അജയ് തറയിൽ നടത്തി. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി KM മാണിയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കോൺഗ്രസ്സുകാർ എന്നെ വിളിക്കും, ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്തരുത്, വളരെ മോശമാണ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു. ഞാനും കൂടിയുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. ചർച്ച കഴിഞ്ഞ് അജയ് തറയിൽ അപ്പം തന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും വിലക്ക് വന്നു. അതിനെ തുടർന്ന് അദ്ദേഹം വളരെ കാലത്തേക്ക് ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിരുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഡിഫെൻഡ് ചെയ്യണം. നമുക്ക് മനസ്സിലാക്കാം, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പക്ഷേ VM സുധീരനിൽ ഒരു ധാർമ്മികത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? അദ്ദേഹത്തെ പോലെ ഒരു മഹാൻ, ഞാൻ പറഞ്ഞത് VM സുധീരൻ ആലോചിക്കണം. VM സുധീരൻ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ അച്യുതാനന്ദനേക്കാളും പിണറായി വിജയനേക്കാളും മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടത് VM സുധീരനാണ്. ആ VM സുധീരൻ KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ വിക്രമാദിത്യന്റെ സിംഹാസനത്തിൽ ഇടയ ചെറുക്കം കയറിയിരുന്ന കഥയൊക്കെ നമ്മൾ കേട്ടത്. അത് പോട്ടെ. ആ VM സുധീരൻ ഇവരെ ആരും എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം വെച്ച് പറഞ്ഞവരല്ലല്ലോ. VD സതീശനോ അല്ലെങ്കിൽ അജയ് തറയിലോ ലാലി വിൻസെന്റോ ഒന്നും KM മാണിയോട് വ്യക്തിപരമായ ഒരു വിരോധമുള്ള ആളല്ല. സതീശൻ നമ്മുടെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. സതീശൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ് KM മാണി. KM മാണിയും ആര്യാടൻ മുഹമ്മദുമാണ് നിയമസഭാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രചോദനം നൽകിയ ആൾക്കാരെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും നിഷേധിക്കില്ല. അങ്ങനെയുള്ള VD സതീശൻ പറഞ്ഞതെങ്കിലും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ചെവി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ദുർഗതി ഉണ്ടാകുകയില്ല. KPCC പ്രസിഡന്റിന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. VD സതീശൻ, അതിനോട് എന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഞാനും മറ്റു ചില ആളുകളും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് മുതിർന്ന നേതാക്കന്മാർ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും മുതിർന്ന UDF നേതാക്കന്മാരും ഒരുമിച്ച് ചെന്ന് മാണി സാറിനോട് പറഞ്ഞ് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കും എന്നാണ് കരുതിയത്. ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്തു. പാർട്ടിയിലും ആവശ്യപ്പെട്ടിരുന്നു, പുറത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്, ചില സമയത്ത് പുറത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേതാക്കന്മാരെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിശ്വാസം, എനിക്ക് നേതാക്കന്മാരെക്കുറിച്ചുള്ള വിശ്വാസമുള്ള ആളാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഉചിതമായ സമയത്ത് അവർ ഉചിതമായ തീരുമാനം എടുക്കുന്നവരാണ് നേതാക്കൾ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ അത് ഉണ്ടായില്ല. അതിൻ്റെ പ്രതിഷേധമാണ് നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാം നിര നേതാവാണെന്ന് പറഞ്ഞത് രണ്ടാം നിരയിൽ നിൽക്കുന്ന ആളുകളാണ്, നമുക്കങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇനിയും കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനം. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ മുന്നണിയെ എത്തിച്ചതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം KPCC അധ്യക്ഷനും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം ശ്രീ VD സതീശൻ.
അല്ല, ഞാൻ KPCC അധ്യക്ഷനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. മുതിർന്ന നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും UDFൻ്റെ മുതിർന്ന നേതാക്കളും അവർക്കുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് UDFനെ മോചിപ്പിക്കാൻ. ഞാൻ അന്ന് ഈ സർക്കാരിന് മീതെ ഒരു അഴിമതിയുടെ കരിനിഴൽ പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എല്ലാവരും വ്യാഖ്യാനിച്ചത് നേതൃമാറ്റത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ മാറ്റാൻ വേണ്ടി പറഞ്ഞതെന്നാണ് വ്യാഖ്യാനിച്ച് മെക്കിട്ട് കയറിയത്. പക്ഷെ അന്ന് പറഞ്ഞത് ഇതാണ്, ഇതിങ്ങനെ നമ്മുടെ കൂടെയേ സഞ്ചരിക്കുകയാണ്. ഒരു കരിനിഴൽ പോലെ നമുക്ക് പുറകിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം നമ്മുടെ പുറകെ വരികയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സാധാരണക്കാരായ പ്രവർത്തകർ മത്സരിച്ച ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ നിഴലിൻ്റെ ആവശ്യമില്ല, അത് മാറണം, അതിൽ നിന്ന് പുറത്തു വരണം എന്നൊക്കെ ചില ഭാഷയിലേക്കല്ലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ആ ഭാഷയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞ് കേട്ടവർക്കറിയാതെ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നേതൃമാറ്റത്തിന് വേണ്ടി ശബ്ദമുയർത്തിയെന്ന് അത് ഗ്രൂപ്പാക്കി നേതൃമാറ്റമാക്കി വിഷയത്തിൽ നിന്ന് കൊണ്ടുപോയി, വളരെ കൗശലത്തോടു കൂടി കൊണ്ടുപോയി. ഞാൻ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രസ്താവനയൊന്നും പിൻവലിച്ചിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞതിലും ഇന്നും ഉറച്ചു നിൽക്കുന്നു. ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ എനിക്ക് ഗുരുതുല്യനായ ആളാണ് KM മാണി. ശ്രീ ബിജു രമേശിലേക്ക്. ശ്രീ ബിജു രമേശ്, ഒരു വർഷം മുൻപ് താങ്കൾ തുറന്നുവിട്ട ഭൂതം ഇപ്പോൾ KM മാണിയുടെ മന്ത്രി കസേര തെറിപ്പിക്കുന്നതിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്ന് ആ നവംബർ 1-ാം തീയതിയും 2014 നവംബർ 1-ാം തീയതിയും KM മാണി പറഞ്ഞു. ഇന്നും ഈ വിധി വന്ന ദിവസവും KM മാണി അതുതന്നെ പറയുന്നു. ഒരു പക്ഷേ KM മാണി ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കൂടുതൽ കസേരകൾ തെറിക്കുമോ? ശ്രീ ബിജു രമേശ്. KM മാണി സാർ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കൂടുതൽ കസേരകൾ തെറിക്കും, അത് വസ്തുതയാണ്. കാരണം അസോസിയേഷൻ തന്നെ 25 കോടി രൂപയ്ക്ക് മുകളിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ മാണിസാറിന് അസോസിയേഷൻ ഈ ഗവൺമെന്റ് വന്ന ശേഷം 3 വർഷത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് 1.5 കോടി രൂപ മാത്രമാണ്. അതിൽ 1 കോടി രൂപയുടെയാണ് ഈ ബഡ്ജറ്റ് സമയം ഈ ബാർ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതുമായിട്ടുള്ള ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കൊടുത്തത്. അല്ലാതെ ടാക്സുമായി ബന്ധപ്പെട്ട് മാണിസാർ 1 കോടി രൂപ ചോദിക്കാൻ 50 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് അസോസിയേഷന്റെ ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 23.5 കോടി രൂപയുടെ കണക്ക് പുറത്തു വരാനുണ്ട്. വിജിലൻസ് തന്നെ 2 മാസത്തിൽ അസോസിയേഷൻ ബാർ ഉടമകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന പരിശോധിച്ചപ്പോൾ തന്നെ 14 കോടി രൂപ ബാർ ഉടമകളിൽ നിന്ന് 2 മാസം കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രം തന്നെ 14 കോടി രൂപ കളക്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള റെക്കോർഡുകൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ കളക്ട് ചെയ്തിട്ടുള്ള സമ്പത്ത് കൂടി അന്വേഷിക്കണമെങ്കിൽ ഒരു രാജ്യയിലൊന്നും തീരില്ല, പല രാജ്യങ്ങളിലേക്ക് വരും എന്നുള്ള വസ്തുത തള്ളിക്കളയാൻ കഴിയില്ല. അതിനൊക്കെ ഉപരി ബാബുവിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞപ്പോ തന്നെ കടുത്ത സമ്മർദ്ദങ്ങളും എന്നെ പല രീതിയിലുള്ള ഹരാസിയും കള്ളക്കേസിൽ കുടുക്കാൻ വരെ ബാബു ശ്രമിച്ചു. ഒരിക്കലും ഒരു മന്ത്രി കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ എന്റെ അടുത്ത ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഗോകുലം ഗോപാലൻ ബാബുവിനോട് സദുവിനെ പറ്റി സംസാരിച്ചു. വ്യക്തിപരമായി അങ്ങനെ പോകുന്നത് ശരിയല്ല, ബിജു ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നിങ്ങൾ പുറകെ വ്യക്തിപരമായി കേസെടുക്കാനും കള്ളക്കേസെടുക്കാനും ഒക്കെ ആയിട്ട് എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കയറ്റി ഹരാസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ അവന്റെ അസ്ഥിവാരം വരെ തോണ്ടും. ഒരു മന്ത്രി പറയുമ്പോൾ അത് ഈ പറയുന്നതൊക്കെ ഒരുത്തന്റെ അസ്ഥിവാരം തോണ്ടാനായിട്ട് ഗവൺമെന്റ് മിഷനറി ഉപയോഗിക്കുകയും ഒരാൾ അസ്ഥിവാരം തോണ്ടുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഭരണഘടനാ ലംഘനവും സത്യപ്രജ്ഞ ലംഘനമല്ല അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് അതിനുവേണ്ടിയാണ് ഈ ഓപ്പറേഷൻ അനന്ത എന്ന സംഭവം ഉണ്ടാക്കുകയും എന്റെ കെട്ടിടത്തിന്റെ പൊളിച്ചു മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത റെക്കോർഡ്സുകൾ വ്യാജമായി ഗവൺമെന്റ് തന്നെ ചിത്രീകരിക്കുകയും എന്തൊക്കെ മാനസികമായുള്ള ഹരാസ്മെന്റ് നടത്താൻ നോക്കി എന്റെ നേർക്കൊരു വ്യാജമായി വ്യാജമദ്യം വിൽക്കുന്നു എന്ന് കേസെടുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറോട് പറയുന്നു. അതിനുശേഷം മറ്റു ജില്ലകളിൽ നിന്നുള്ള സ്ക്വാഡുകളെ കൊണ്ടുവന്ന് എന്റെ സ്ഥാപനങ്ങൾ മൊത്തം പരിശോധിക്കുന്നു. പക്ഷെ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഏതെങ്കിലും മദ്യം കൊണ്ടുവന്ന് വെച്ചിട്ട് എന്റെ പറ്റി കേസ് എടുക്കുമോ എന്ന് പോലും ഞാൻ ഭയന്നു. പക്ഷെ ഈ ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്ന കാരണം അവർക്ക് ഒന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വിശ്വാസമാണ് ഇന്നും എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഏത് രീതിയിലും ഈ അഴിമതി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തളയ്ക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അല്ലെങ്കിൽ അവരെ കുടുംബം കുളം തോണ്ടുക, അവരെ വീട് കെട്ടണം ഇടിച്ച് അസ്ഥിവാരം തോണ്ടുക എന്ന് മന്ത്രി പറയും. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഓപ്പറേഷൻ അനന്ത പൊട്ടിപ്പുറപ്പെട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് എനിക്കെതിരെ ചെയ്യുന്നതിന് വേണ്ടി കോട്ടയ്ക്കകത്ത് കയറിയ കാരണം ഒരു ഓട എന്ന രീതിയിൽ ഏകദേശം 10-15 കോടി രൂപ മുടക്കിയാണ് ഒരു ഓട ഈ പഴവങ്ങാടിയിൽ നിന്ന് വെട്ടി എന്റെ കെട്ടിടത്തിന്റെ മുൻ വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരു വെറും വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ബാബു പൈസ മേടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ശ്രീ ബി ഡി സതീശൻ, ഈ പ്രശ്നം ഗുരുതരമാകുന്നത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞതും പൊതുപ്രവർത്തകർ സംശയങ്ങൾക്ക് അതീതരായിരിക്കണമെന്നും വളരെ ഡയറക്റ്റായി ഈ കേസിൽ കോടതി ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന് എന്താണ് ഇതിൽ ഇത്ര വ്യഗ്രത? മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു കപിൽ സിബലിന്റെ പ്രൊഫഷനാണ്, സർക്കാർ കപിൽ സിബലിനെ കൊണ്ടുവന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ പ്രാഗൽഭ്യമുള്ള അഭിഭാഷകരെ കൊണ്ടുവരുന്നത് സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണെന്നുള്ള ഒരു സാമൂഹിക പ്രശ്നം കൂടി കോടതി ഈ കേസിൽ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിൻ്റെ മറുവശമാണ്. ഇതിൻ്റെ ഇത്തരത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ സർക്കാരിന് നേതൃത്വം നൽകുന്നവർ ഈ കേസിൽ കാണിച്ചിട്ടുള്ള അമിതമായ വ്യഗ്രത, പ്രതിരോധങ്ങൾ, ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഇത് എന്തിന് എന്ന ചോദ്യം നിലനിൽക്കുന്നത് തെളിയിക്കപ്പെടേണ്ടതുമാണ്. അവിടെയാണ് ശ്രീ അജയ് തറയിൽ പറഞ്ഞത് പ്രസക്തമാകുന്നത്. അടുത്ത യോഗത്തിൽ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ ശ്രീ വി ഡി സതീശൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നേതൃമാറ്റം ഇവിടെയല്ല ചർച്ച ചെയ്യുന്നത്. അതൊക്കെ ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നത്. ഞങ്ങളുടെ ദേശീയ പാർട്ടിയാണ്. കേരളത്തിലല്ല നേതൃമാറ്റം. ഒരു കാരണവശാലും ഇവിടെ ഒരു നേതൃമാറ്റം ചർച്ച ചെയ്ത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം, കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒന്നും വഷളാക്കാനൊന്നും ഞങ്ങൾ ആരും തയ്യാറാവില്ല. അത് അങ്ങനെ ആവശ്യമുള്ള സമയത്ത് എല്ലാവരും ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയുള്ള ഈ കുറച്ച് സമയത്ത് അതിനുള്ളൊരു സാധ്യതയുണ്ടോ? ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിച്ഛായ രക്ഷിക്കാൻ ഉണ്ടാകുമോ ശ്രീ വി ഡി സതീശൻ? ഞാൻ അതാണല്ലോ പറഞ്ഞത്, ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും, നടപടിയെടുക്കും. അതിവിടെ എല്ലാവരും അംഗീകരിക്കും, ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും. അതേക്കുറിച്ച് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അമിതമായ വ്യഗ്രത കാട്ടി അഭിഭാഷകനെ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് KM മാണി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുകയാണ്. അപ്പോൾ അതേ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗുരുതരമായ ആരോപണം വന്നപ്പോൾ ആ സ്ഥാനത്തിരിക്കാതെ രാജിവെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഹാജരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഒരു പരാമർശം വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഔചിത്യം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതാണ് രാജി അനിവാര്യമാകുന്ന ഘടകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീണ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സംശയത്തിൽ നിന്ന് മോചിതരാകും. ഈ പറയുന്ന ഒരു നിഴലിൽ നിന്ന് UDF പുറത്തു വരും. കോൺഗ്രസിന് അതുകൊണ്ട് ഗുണമുണ്ടാവും, UDFന് ഗുണമുണ്ടാവും, ഗവൺമെന്റിന് നല്ലതാണ്. അതാണ് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല, രാജിവെച്ചേ മതിയാകും. വളരെ നന്ദി ശ്രീ PC ജോർജ്, നന്ദി ശ്രീ വി ഡി സതീശൻ, നന്ദി ശ്രീ A പ്രദീപ് കുമാർ, നന്ദി ശ്രീ ജയശങ്കർ, നന്ദി ശ്രീ അജയ് തറയിൽ, നന്ദി ശ്രീ ബിജു രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.